DCC ജനറൽ സെക്രട്ടറിയുടെ കാർ അജ്ഞാതർ തല്ലിത്തകർത്തു. ജില്ലാ പ്രസംഗവും ഇരിങ്ങാലക്കുട സ്വദേശിയുമായ അഡ്വക്കേറ്റ് MS അനിൽകുമാറിന്റെ കാറാണ് തല്ലിത്തകർത്ത നിലയിൽ കണ്ടെത്തിയത്. ടൗൺ പുരത്തുള്ള കോടതി വളപ്പിലാണ് ചൊവ്വാഴ്ച രാത്രി 10:30 സംഭവം നടന്നത്. കാർ സ്റ്റേഷനിലേക്ക് മാറ്റി. മുന്നിലെ ചില്ല് കല്ലിനിടിച്ച് തകർത്ത നിലയിലാണ് കാർ കണ്ടെത്തിയത്. ഞാൻ വൈകിട്ട് 7 മണി മുതൽ ഇരിങ്ങാലക്കുടയിലുണ്ടെങ്കിലും ഓഫീസിലിരിക്കുന്ന ഒരു കീഴ്വഴക്കുണ്ട്. ഓഫീസിലിരുന്ന് ഓഫീസിലെ പണി തീർക്കുന്ന ഒരു കീഴ്വഴക്കം. അപ്പൊ അങ്ങനെ ഇന്നലെ പതിവ് പോലെ 7 മണിക്ക് വണ്ടി കൊണ്ടുവന്ന് പാർക്ക് ചെയ്ത് ഓഫീസിൽ വന്ന് ഇവിടുന്ന് എന്റെ വർക്ക് കഴിഞ്ഞ് ഒരു 10 മണിക്ക് ഇറങ്ങി. പുറത്തേക്ക് ഇറങ്ങി നേരെ വണ്ടി ചെന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നേരത്താണ് ഈ ഗ്ലാസ് ഉടച്ചതായിട്ട് ശ്രദ്ധയപ്പെടുന്നത്. അത് മനഃപൂർവ്വം ഞാനാദ്യം വിചാരിച്ചു മരക്കൊമ്പങ്ങാനും വീണുടങ്ങാന്ന് വിചാരിച്ചു. പിന്നെ നോക്കിയപ്പോഴാണ് കല്ലുകൊണ്ട് ഇടിച്ച് ഗ്ലാസിന്റെ ലെഫ്റ്റ് സൈഡ് ഫ്രണ്ട് ഗ്ലാസ് ആകെ ടോട്ടലായിട്ട് ഇടിച്ച് തകർക്കാനുള്ളൊരു ശ്രമം. ഇവിടെ നമ്മൾ പരാതി കൊടുത്തു. ഇതിലാരെയും സംശയമൊന്നുമില്ല. മനഃപൂർവ്വം രാജ്യത്ത് കുഴപ്പമുണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് സാമൂഹ്യ വിരുദ്ധര് ചെയ്തൊരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നത്. അല്ലാണ്ട് ഒരു മറ്റെന്തെങ്കിലും തരത്തിൽ അതിന് വ്യാഖ്യാനിക്കാൻ പറ്റില്ല. കോടതി കോമ്പൗണ്ടിൽ വണ്ടികൾ കൊണ്ടുവന്നിടാറുണ്ട്. ആളുകൾക്ക് വളരെ സേഫായിട്ട് പാർക്ക് ചെയ്ത് ഔട്ട്സൈഡേഴ്സ് പോലും പാർക്ക് ചെയ്ത് പോകുന്ന ഒരു സ്ഥലമാണ്. ഇന്നേ വരെ എന്റെ ഓർമ്മയിൽ അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. അവിടെ മനഃപൂർവ്വം ആരോ ഇത് കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ചെയ്തതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് ആ ആളുകളെ കണ്ടെത്തി മാതൃകാപരമായിട്ട് ശിക്ഷിച്ചു കഴിഞ്ഞാൽ ഇത്തരം പരിപാടികൾ അവസാനിക്കും. ഇരിങ്ങാലക്കുടയിൽ വളരെ ശാന്തതയുള്ള സ്ഥലമാണ്. എവിടെ എന്ത് പ്രശ്നം ഉണ്ടായപ്പോഴും ഒന്നും ഉണ്ടാകാത്ത സ്ഥലം. അതിന്റെ ഒരു ഗ്രാവിറ്റിയിൽ പോലീസും ബാക്കിയുള്ള ആളുകളും അന്വേഷിച്ച് അത് കണ്ടെത്തണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. ആരും സംശയമില്ല. നമുക്ക് ആരും സംശയമില്ല. ആരും സംശയിക്കാനൊന്നുമില്ല. എന്താ കാരണം വെച്ചാൽ ഞാൻ വണ്ടി ആദ്യമായിട്ടല്ല അവിടെ ഇരുന്നത്. എത്രയോ നാളായിട്ട് എന്റെ റൂട്ടീനാണ് അത്. ഒരു 10 മണി 10:30 11 മണിക്കൊക്കെ ഞാൻ തന്നെ ഇവിടുന്ന് ഓഫീസിൽ കൂട്ടി പോയിട്ട് വണ്ടി എടുത്ത് വീട്ടിൽ പോകാറുണ്ട്. ഇന്നേ വരെ ഒരു 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 വിഷയം ഉണ്ടായിട്ടില്ല. ഇന്നലെ അത് എനിക്കത് എന്തോ അങ്ങനെ സംഭവിച്ചു. ചിലപ്പോൾ എന്റെ വണ്ടിയാണെന്ന് വിചാരിച്ചിട്ടൊന്നാവണമെന്നില്ല. പക്ഷെ എന്തായാലും വണ്ടി തല്ലി പൊളിക്കാൻ വേണ്ടി തന്നെയാണ് അത് പൊളിച്ചിരിക്കുന്നത്. വെറുതെ ഒരു കല്ലെടുത്ത് എറിയൊന്നുമല്ല. കല്ലുകൊണ്ട് ഇടിച്ച് ആ വണ്ടി പൊളിച്ചിറങ്ങി കിടക്കുന്നുണ്ട്. കണ്ടറിയാം. ഒരു ഒരു ഭീകരമായിട്ടുള്ള ഒരു ആക്രമണമാണ്. അതൊരു വണ്ടി കൊണ്ടിറക്കുന്ന ഒരാളങ്ങനെ ചെയ്യില്ല. അങ്ങനെ മനഃപൂർവ്വം കല്ലുകൊണ്ട് ഇടിച്ച് തകർക്കാനുള്ള ശ്രമം. പോലീസിനോട് ഞാൻ പറഞ്ഞത് തന്നെയാണ്. ഇത് ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. എന്റെ വണ്ടി എന്നുള്ള ഇഷ്യൂ അല്ല. കോടതി കോമ്പൗണ്ടിൽ വളരെ സേഫായിട്ട് പാർക്ക് ചെയ്തിരുന്ന, ആർക്കും ശല്യമില്ലാതെ പാർക്ക് ചെയ്തിരുന്ന ഒരു വണ്ടി അതിന്റെ ചില്ല് തകർക്കാന്ന് പറയുമ്പോ ആരെങ്കിലും എന്തെങ്കിലും ഒരു ഉദ്ദേശത്തോടുകൂടി ചെയ്ത ഒരു പണിയാണല്ലോ. അപ്പൊ ആരാണത് ചെയ്തതെന്നും അതിന്റെ ഉദ്ദേശം എന്താണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ പ്രശ്നം